രാജ്യം ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന ആ വാർത്തയിലേക്കാണ്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വരികയാണ്. CBIയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൻ്റെ ചോദ്യം ചെയ്യൽ CBI ഇന്നും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന. 7 ദിവസങ്ങളായി 6 ദിവസങ്ങൾ കഴിഞ്ഞു ഈ മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് CBI. കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് ഈ കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ദിവസമാണ്. കാരണം CBI അന്വേഷണം ഏറ്റെടുത്ത് 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയും അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്ന കാര്യം CBI ഔദ്യോഗികമായി ആരെയും അറിയിച്ചിട്ടില്ല, മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതും ഉണ്ടായിട്ടില്ല. ഇതിൽ കടുത്ത പ്രതിഷേധം ഈ ഡോക്ടർമാർക്കുണ്ട്. ഇന്നലെ CBI ആസ്ഥാനത്ത് നിന്നും വിദ്യാഭ്യാസ വകുപ്പ് ആസ്ഥാനത്തേക്കും ഡോക്ടർമാർ മാർച്ച് നടത്തിയിരുന്നു. കൊൽക്കത്തയിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലെയും വിദ്യാർത്ഥികളാണ് ആ മാർച്ചിൽ പങ്കെടുത്തത്. ഇന്ന് എന്തായാലും കോടതിയിൽ ഇക്കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന റിപ്പോർട്ടാണ് CBIക്ക് സമർപ്പിക്കേണ്ടത്. അതിൽ ഈ കൊൽക്കത്ത പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് സഞ്ജയ് റോയ്ക്കപ്പുറം മറ്റ് പ്രതികളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഏറെ നിർണായകമായി മാറും. മമതാ ബാനർജിയും അത് കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് വലിയൊരു അഭിഭാഷക സംഘത്തെയാണ് മമതാ ബാനർജി ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരാകാനായി നിയോഗിച്ചിരിക്കുന്നത്. കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ 21 മുതിർന്ന അഭിഭാഷകരടങ്ങുന്ന സംഘമായിരിക്കും ബംഗാൾ സർക്കാരിന് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാകുക. കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന അതിരൂക്ഷ വിമർശനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മുൻ തയ്യാറെടുപ്പുകളുമായി ഇപ്പോൾ മമതാ ബാനർജി ഇന്ന് ഈ കേസ് നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. CBIക്ക് കൂടുതൽ അന്വേഷണ പുരോഗതിയിലേക്ക് കടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് CBI സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. പ്രത്യേകിച്ചും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 6 ദിവസങ്ങൾ ചോദ്യം ചെയ്തു. കൂടാതെ അറസ്റ്റിലായ ശേഷം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി അടക്കം ഉള്ളവരെ, സഞ്ജയ് റോയ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സഞ്ജയ് റോയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ 3 ദിവസം മുമ്പ് കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചെങ്കിലും ഇതുവരെയും നുണപരിശോധന നടത്തിയിട്ടില്ല. സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനിടെ നിർണായകമായ ഒരു നടപടി ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ നാഷണൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പ്രിൻസിപ്പളായി സന്ദീപ് ഘോഷിനെ നിയമിച്ചിരുന്നു. ആ നടപടി വിവാദമാവുകയും കൊൽക്കത്ത ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെടുകയും ഈ സന്ദീപ് ഘോഷിനോട് നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ നിയമനം റദ്ദാക്കിയിരിക്കുകയാണ് ബംഗാൾ സർക്കാർ. RG കർ മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പൽ സൗഹൃദ പോളിനെയും മാറ്റിയിരിക്കുന്നു. മനസ് കുമാർ ബന്ദോപാധ്യായയാണ് RG കർ മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പൽ. ഈ സൗഹൃദ പോൾ ചുമതലയേറ്റ ശേഷം നടത്തിയ പരാമർശങ്ങൾ വിവാദമാവുകയും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിനിടെ പുതിയ പ്രിൻസിപ്പലിനെ കാണാനില്ല എന്ന മുദ്രാവാക്യം ഉയർത്തുകയും പുതിയ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കും എന്ന് തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന നിവേദനം ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ. ഒപ്പം തന്നെ CBIക്ക് എന്താണ് റിപ്പോർട്ടിൽ പറയാനുള്ളത് എന്നുള്ള കാര്യവും ഈ പ്രതിഷേധക്കാർ എല്ലാവരും തന്നെ രാജ്യവ്യാപകമായി തന്നെ ഉറ്റുനോക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.